ഹലോ മച്ചാമാരെ, രാവിലെ തന്നെ ഗപ്പീസിന് ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ നമ്മുടെ ഫുൾ ബ്ലാക്ക് ഗപ്പീസ് കുട്ടികളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അധികം സമയമൊന്നും കളയാതെ ഒരു കുഞ്ഞരിപ്പ് എടുത്തിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ പറക്കിയെടുത്തിട്ട് കുഞ്ഞുങ്ങൾ മാത്രം കിടക്കുന്ന ടാങ്ക് ഉണ്ട്, അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പെറുക്കി കുട്ടി നോക്കിയപ്പോൾ നമുക്ക് ഇത്രയും കുട്ടികൾ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടാങ്കിലേക്ക് അവരെന്നെ സേഫ് ആക്കി ഇറക്കി വിട്ടിട്ടുണ്ട്. 2 ദിവസമായിട്ട് മഴ കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് ടാങ്കിലത്തെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള പണികൾ തീർക്കാം. ഫുൾ ബ്ലാക്കിന് മാത്രമായിരുന്നില്ല കേട്ടോ, വൈറ്റ് ടെക്സിലോയ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ മാറ്റിയിടണം. പക്ഷേ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളിടാൻ ടാങ്കില്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, സ്പെഷ്യൽ മിക്സ്ഡ് പീസ് കിടക്കുന്ന ബേസും കാലിയാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതിലത്തെ മിക്സ്ഡ് പീസിനൊക്കെ ചൂണ്ടിയിട്ട് മിക്സ്ഡ് പീസ് മാത്രം കിടക്കുന്ന ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട്, അതിലേക്ക് അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. എല്ലാറ്റിനും നല്ല സേഫ് ആക്കിയിട്ട് മാറ്റിയിട്ടാ. അപ്പൊ നമുക്ക് ബേസം കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെള്ളം നിറച്ച് നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ വൈറ്റ് ടെക്സിലോന്റെ കുഞ്ഞുങ്ങളെ അതിലേക്ക് മാറ്റിയിടാം. ഇതാണ് ഞാൻ പറഞ്ഞ മിക്സ്ഡ് പീസിന്റെ ഫ്രിഡ്ജ് ബോക്സ് ഇട്ടാ. എല്ലാവരും നല്ല ആക്റ്റീവാണ്. തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നമ്മുടെ റെഡ് ഇയർ കോയ്സും അതുപോലെ തന്നെ ഈ ഫുൾ ബ്ലാക്കും നമ്മുടെ സ്വന്തം ഫുൾ വൈറ്റുകളും. ഇതാണ് ഞങ്ങളുടെ ജാക്കി. ഇത്ര നാൾ പെരപ്പുറത്തായിരുന്നു, ഇപ്പം പ്രൊമോഷൻ കിട്ടിയിട്ട് അടിയിൽ കൂട്ടിലാണ്. 24 മണിക്കൂറും കരച്ചിലാണ്. അതിനൊരു സൊല്യൂഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. രാവിലെ തന്നെ ഒരെല്ലുമ്മ കയറിയിരിക്കുന്നുണ്ട് കറുമ്പൻ. 2 പൂച്ച സാറാണ് എനിക്കുള്ളതെന്നറിയാലോ. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മടിയെത്തി ഇതാണ്. ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, തന്നെ ഒരു പണി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.